ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് റീവിസിറ്റിംഗ് ഇറാഷണൽസ് പറഞ്ഞ ടോപ്പിക്കാണ്. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇറാഷണൽ എന്താന്ന് നോക്കാം. ആദ്യം നമുക്ക് റിയൽ നമ്പേഴ്സ് ഉണ്ട്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് plus set of irrational numbers. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് പ്ലസ് സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതായത് റിയൽ നമ്പേഴ്സിൽ റാഷണൽ നമ്പറും ഉണ്ടാവും, ഇറാഷണൽ നമ്പറും ഉണ്ടാവും. √2, √3, √5 അങ്ങനെയൊക്കെ ഉള്ളത് ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് അറിയാം. ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇറാഷണൽ നമ്പേഴ്സിനെ നമ്പർ ലൈൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. റെപ്രസെന്റ് √5 ഓൺ ദ നമ്പർ ലൈൻ. നമുക്ക് √5ന്റെ റെപ്രസെന്റേഷനിലാണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇതിനൊന്ന് സ്ക്വയർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. 5 നമുക്ക് എങ്ങനെ എഴുതാം? = 4 + 1 എന്ന് എഴുതാം. 4 എന്താണ്? 2² ആണ്. 2² + 1. 1 നമുക്ക് 1² എന്നും പറയാം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതായത് √5നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? √2² + 1² എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. √5നെ നമ്മൾ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പൈത്തഗോറസ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്. പൈത്തഗോറസ് തിയറം എന്താ? പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞാല് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പൈത്തഗോറസ് തിയറം എന്താ പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമ്മുടെ ബേസ് നമ്മൾ 2 ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം നമ്പർ ലൈൻ. ഇത് 1, ഇത് 2, 0, 1, 2. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 ബേസ് ആയിട്ട് എടുക്കും, ആൾട്ടിറ്റ്യൂഡ് 1 സെന്റിമീറ്റർ എടുക്കും. 1 സെന്റിമീറ്റർ. അപ്പൊ ബേസും ആൾട്ടിറ്റ്യൂഡും കിട്ടി. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ്. AC ആണ് നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ്. അതെന്താണ്? ഇവിടെ 2, 1 ആയതുകൊണ്ട് ഇവിടെ √5 ആണ് AC എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇത്രയും ലെങ്ത് എടുത്തിട്ട് അതിനെ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളുടെ √5. ഇങ്ങനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹിയർ വി ആർ പ്രൂവിംഗ് ദാറ്റ് √p is irrational where p is prime. √p എന്നത് ഇറാഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. where p is prime. ഏതെങ്കിലും പ്രൈം നമ്പർ തന്നിട്ട് അത് ഇറാഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത തിയറം നോക്കാം. Let p be a prime number if p divides a², then p divides a, where a is a പോസിറ്റീവ് ഇൻറ്റിജർ. എന്താ പറയുന്നത്? പി എന്ന് പ്രൈം നമ്പർ തന്നിട്ടുണ്ട്. അത് a² ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനെയും ഡിവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. വേർ എ ഈസ് എനി പോസിറ്റീവ് ഇൻറ്റിജർ. എ പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയാൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ലെറ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് a be a equal to p1, p2, p3 അങ്ങനെ pn വരെ. ഒന്നുമില്ല, എന് നമുക്ക് അതിന്റെ പ്രൈം ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. വേണമെങ്കിൽ ഇത് റിപ്പീറ്റ് ഒക്കെ വരാം, അതൊന്നും വിഷയമല്ല. എന് നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതി. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? a² എന്ത് കിട്ടും? a² ഈക്വൽ ടു p1, p2, p3 അങ്ങനെ pn
ഇൻറ്റു P1 P2 അങ്ങനെ Pn വരെ. അതായത് എന്താണ് P1 സ്ക്വയർ P2 സ്ക്വയർ P3 സ്ക്വയർ അങ്ങനെ അങ്ങനെ Pn സ്ക്വയർ വരെ. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? P ഡിവൈഡ്സ് A സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. Now we are given that P divides A square. P divides A square ആണ് എന്താണ്? P is one of the factors of A square. എങ്ങനെയാണിത്? By fundamental theorem of arithmetic. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? P ഡിവൈഡ്സ് A സ്ക്വയർ ആണെങ്കിൽ P is one of the factors of A square എന്ന് നമുക്ക് പറയാം. By uniqueness of the fundamental theorem of arithmetic എന്താണ്? The only factors of A square are എന്താണ്? P1 P2 P3 up to Pn. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പ്രകാരം ഒരു യുണീക്ക് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വാല്യൂന്. അപ്പം നമുക്ക് എന്ത് പറയാം? A സ്ക്വയർ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഏതൊക്കെയാ? P1 P2 P3 up to Pn ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? P is one of the factors P1 P2 up to Pn. പക്ഷേ നമുക്ക് എന്താ അറിയാം? സിൻസ് A equal to P1 P2 P3 up to Pn ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? P divides A എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് അടുത്ത തിയറം നോക്കാം. √2 is irrational. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? √2 റാഷണൽ ആണ് അസ്യൂം ചെയ്യും. ലെറ്റ് us assume √2 is rational. എന്നിട്ട് നമ്മൾ എടുത്ത അസംഷന് തെറ്റാന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്യാം. ഇറാഷണൽ ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. √2 റാഷണൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? √2 ഈക്വൽ ടു P/Q. അല്ലെങ്കിൽ വേണ്ട, P/Q എന്ന് വേണ്ട, √2 ഈക്വൽ ടു R/S എന്ന് എടുക്കാം. ഓക്കെ, സപ്പോസ് R and S have common factor other than 1. 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ആറിനും എസിനും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കട്ടായി പോകും അല്ലേ? P/Q ഫോമിലല്ലേ, അതുകൊണ്ട് കട്ടായി പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് √2നെ നമുക്ക് എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതാം. വേർ എന്താണ്? A and B are co-prime. Co-prime എന്ന് പറഞ്ഞാൽ co-prime numbers are numbers with no other common factor other than 1. Co-prime numbers are numbers with no common factor other than 1. 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടർ ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ √2 ഈക്വൽ ടു A/B എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. A ഈക്വൽ ടു √2B നമുക്ക് സ്ക്വയർ ചെയ്യാം. A സ്ക്വയർ ഈക്വൽ ടു 2B സ്ക്വയർ അങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് A സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് A. എങ്ങനെ? ബൈ തിയറം. അപ്പൊ ആ തിയറം ഒന്ന് എഴുതി വെക്കണം. തിയറം നമ്മൾ ഇവിടെ എഴുതി വെക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ റൈറ്റ് A ഈക്വൽ ടു 2C.
for some integer c. a equal to 2c എന്ന് നമുക്ക് എഴുതാം. ഏതെങ്കിലും ഇന്റിജർ c എടുത്തിട്ട് a equal to 2c ആണെന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? a square equal to 4c square എന്ന് പറയാം. പറ്റില്ലേ? ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് നമ്മളുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ഇതോ നമ്മളുടെ നാലാമത്തെ ഇക്വേഷൻ. ഫ്രം 3 and 4 എന്താ കിട്ടുന്നത്? ഇവിടെ a സ്ക്വയർ ആണ് രണ്ട് ഭാഗത്തുള്ളത്. അപ്പം ഈ റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കുന്നതാണ് പറയാം. 2b സ്ക്വയർ ഈക്വൽ ടു 4c സ്ക്വയർ, അതായത് b സ്ക്വയർ ഈക്വൽ ടു 2c സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 divides b സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 2 divides b. ഇവിടെ 2 divides b എന്ന് പറയാം. നേരത്തെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2 divides a എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്ത് പറയാം? There is at least one common factor, that is 2 for a and b. എയും ബിനും ഒരു കോമൺ ഫാക്ടർ എങ്കിലും ഉണ്ടാവും. 2 പറഞ്ഞത് കോമൺ ഫാക്ടർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ എടുത്തോണ്ട്. അതേപോലെ വേറെ കോമൺ ഫാക്ടർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? This contradicts the fact that a and b are co-prime. a and b co-prime ആണെന്നാണ് നമ്മൾ ആദ്യം എടുത്തത്. അതിന്റെ കോൺട്രഡിക്ഷൻ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഈ കോൺട്രഡിക്ഷൻ എന്തുകൊണ്ടാണ് അറൈസ് ചെയ്തത്? നമ്മളുടെ ഇൻകറക്റ്റ് അസംഷൻ കാരണമാണ് അറൈസ് ചെയ്തത്. എന്താ പറയാ? This contradiction arised because of our incorrect assumption that root 2 is rational. റൂട്ട് റാഷണൽ ആയെന്നുള്ള ഇൻകറക്റ്റ് അസംഷൻ കാരണമാണ് നമുക്ക് ഈ കോൺട്രഡിക്ഷൻ വന്നത്. എന്താണ് കോൺട്രഡിക്ഷൻ? എയും ബിയും കോപ്രൈം ആണെന്ന് ഉള്ള ഫാക്റ്റിന്റെ എതിരാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഹെൻസ് ദ പ്രൂഫ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Prove that root 3 is irrational. root 3 is irrational എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം. Let us assume that root 3 is rational. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? root 3 irrational ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം root 3 rational ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് അസ്യൂം ചെയ്തത് തെറ്റാന്ന് പ്രൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യും. അപ്പം root 3 equal to a by b എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. where a and b are co-prime. ഇവിടെ നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്തില്ല? ആറും എസ് എടുത്തിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ a by b എന്നുള്ള ഫോമാറ്റിൽ എടുക്കുകയാണ് ചെയ്തത്. അസ്യൂം ചെയ്യാം എയും ബിയും കോപ്രൈം ആണെന്നുള്ള കാര്യം ഇവിടെ എഴുതാൻ മറക്കരുത്. എന്നിട്ടോ a ഈക്വൽ ടു b റൂട്ട് 3. അപ്പൊ നമുക്ക് a സ്ക്വയർ ഈക്വൽ ടു എന്ത് പറയാം? 3b സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇത് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് a സ്ക്വയർ ഈക്വൽ ടു 3b സ്ക്വയർ എന്ന് കിട്ടി. അതായത് 3 divides a സ്ക്വയർ. അങ്ങനെയാണെങ്കിലോ 3 divides a എന്ന് നമുക്ക് ബൈ തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. ആ തിയറം നമ്മൾ ഇവിടെ എഴുതി വെക്കണം. എന്നിട്ടോ ഫോർ സം ഇൻറ്റിജർ c we can write എന്താ? a ഈക്വൽ ടു 3c എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? a സ്ക്വയർ ഈക്വൽ ടു 9c സ്ക്വയർ എന്ന് പറയാൻ പറ്റും.
ഇത് നമ്മളുടെ മൂന്നാമത്തെ ഇക്വേഷൻ. എ സ്ക്വയർ ഈക്വൽ ടു 3b² എന്ന് കിട്ടി, എ സ്ക്വയർ ഈക്വൽ ടു 9c² എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3b² ഈക്വൽ ടു 9c², അതായത് b² ഈക്വൽ ടു 3c² എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താ? 3 ഡിവൈഡ്സ് b², അതായത് 3 ഡിവൈഡ്സ് b. എന്താണ്? ബൈ തിയറം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ 3 ഡിവൈഡ്സ് എ എന്നും ഇവിടെ 3 ഡിവൈഡ്സ് ബി എന്നും പറയാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ therefore a and b have at least 3 as a common factor. എനും ബിയിലും 3 കോമൺ ഫാക്ടർ ആണെന്നുള്ള കാര്യം നമുക്ക് കിട്ടി. അങ്ങനെ വരില്ലല്ലോ, കാരണം എന്താ? എയും ബിയും കോപ്രൈം ആണെന്നാണ് നമ്മൾ ആദ്യം എടുത്തത്. എയും ബിയും കോപ്രൈം ആണെങ്കിൽ 3 കോമൺ ഫാക്ടർ ആയിട്ട് വരില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? This contradicts the fact that A and B are co-prime. This occurred because of our incorrect assumption that √3 is rational. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? implies √3 is irrational. Hence the proof. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് 5 മൈനസ് √3 ഈസ് ഇറാഷണൽ. 5 മൈനസ് √3 ഇറാഷണൽ ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 5 മൈനസ് √3 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് ലെറ്റ് us assume that 5 minus √3 is rational. Implies നമുക്ക് എന്ത് പറയാം? 5 minus √3 equal to a by b എന്ന് നമുക്ക് പറയാം. Where a and b are co-prime. അങ്ങനെ നമുക്ക് പറയാം. എന്നിട്ടോ നമുക്ക് √3 അപ്പുറത്തേക്കും a by b ഇങ്ങോട്ട് എടുക്കാം. 5 minus a by b equal to √3 എന്ന് നമുക്ക് പറയാം. Implies 5 minus a by b is rational and √3 is rational. 5 minus a by b rational ആണെന്നും √3 rational ആണെന്നും നമുക്ക് ഇവിടുന്ന് കിട്ടും. പക്ഷെ നമുക്ക് എന്താ അറിയാം? √3 ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? But this contradicts the fact that √3 is irrational. ഈ കോൺട്രഡിക്ഷൻ എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ 5 മൈനസ് √3 ഇറാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പൊ നമുക്ക് അത് എഴുതാം. This contradiction occurred because of our incorrect assumption that 5 minus √3 is rational. 5 minus √3 റാഷണൽ ആണെന്നുള്ള ഇൻകറക്റ്റ് അസംഷൻ കാരണമാണ് നമുക്ക് ഈ കോൺട്രഡിക്ഷൻ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ? implies 5 minus √3 is irrational. Hence the proof. Okay, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് 3√2 ഈസ് ഇറാഷണൽ. 3√2 ഇറാഷണൽ ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നേരെ let us assume
that 3 root 2 is rational. നമ്മൾ ഓപ്പോസിറ്റ് കാര്യം അസ്യൂം ചെയ്യുന്നു. എന്നിട്ടോ അങ്ങനെയാണെങ്കിൽ 3 root 2 ഈക്വൽ ടു a by b where a and b are co-prime. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റൂട്ട് 2 ഈക്വൽ ടു a by 3b എന്ന് പറയാം. നമുക്ക് എന്താ അറിയാം? a by 3b is rational and root 2 is rational. But ഇവിടെ എന്താ? a by 3b റാഷണൽ ആണെന്ന് റൂട്ട് 2 റാഷണൽ ആണെന്നാണ് ഇവിടുന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എന്താ അറിയാം? റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. But we know that root 2 is irrational. root 2 irrational ആണെന്ന് നമുക്കറിയാം. This contradiction arised because of our incorrect assumption that 3 root 2 is rational. 3 root 2 rational ആണെന്നുള്ള ഇൻകറക്റ്റ് അസംഷൻ കാരണമാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ റൂട്ട് 2 റാഷണൽ ആണെന്ന് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ആ ഇൻകറക്റ്റ് അസംഷൻ ഇൻകറക്റ്റ് ആണെന്ന് പറയണം. എന്നിട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് 3 root 2 is irrational.